ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്ക് ഒരു എക്സാം ഉണ്ടായിട്ട് ഞങ്ങൾ തൃശ്ശൂർ വരെ പോയിരുന്നു കേട്ടോ. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഋഷി കൂടെ ഉള്ളത് കൊണ്ട് ഒരു ചേട്ടൻ ഋഷിക്കായിട്ട് സീറ്റ് കൊടുത്തു. അങ്ങനെ കോഴിക്കോട് എത്താറായപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ യാത്ര. അങ്ങനെ തൃശ്ശൂരെത്തി ഞങ്ങൾ അന്ന് അവിടെ റൂം എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മളെ വടക്കുന്നാഥ ക്ഷേത്രം. നമ്മളെ തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ ഇത്. ആ ബേക്ക് കാണുന്ന ആ കവാടത്തിലൂടെയാണ് നമ്മളെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഒക്കെ ഇറങ്ങി വരുന്ന സ്ഥലം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ മെയിൻ ഗ്രൗണ്ടാണ്, ഫ്രണ്ട് ഭാഗം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയത്. ഞാനെല്ലാം ഫാമിലി അടക്കം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെയൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഇതാണ് മെയിൻ എൻട്രി. ഞാൻ അവിടെ ഉള്ളൊരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ക്ഷേത്രത്തിന് 6000 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ 2000 ഒക്കെ കണ്ടത്. അറിയില്ല, കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്തു, ഒന്ന് ഉള്ളിലൊക്കെ കയറി. ഉള്ളിൽ നല്ല ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഋഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഋഷി അവിടെ നിന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് തൃശ്ശൂർ മൃഗശാലയിലേക്കൊന്ന് പോയി ഒന്ന് കറങ്ങി അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഋഷിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ അത്യാവശ്യ ജീവികളും മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആകെ 20 രൂപയെ അവിടെ എൻട്രി ഫീസ് ഉള്ളൂ, വളരെ കുറവാണ്. ഇതിനേക്കാളും കൂടുതൽ കാഴ്ചകൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി ട്രെയിനും പിടിച്ചു. ട്രെയിനിൽ കയറി പാടുന്ന ഋഷി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നാട്ടിലേക്ക് പിടിച്ചു.